സാക്ഷ്യം നിൽക്കുന്നത് ഇനി വെറുമൊരു യുദ്ധത്തിനല്ല, മറിച്ച് ലോകത്തെ തന്നെ വിറപ്പിക്കുന്ന രണ്ട് വൻ ശക്തികളുടെ തുറന്ന കൂടിച്ചേരലിനാണ്. യുക്രൈൻ മണ്ണിൽ യുദ്ധത്തിന്റെ കനലുകൾ 4ാം വർഷവും ആളിപ്പടരുമ്പോൾ ആഗോള രാഷ്ട്രീയത്തിലെ ചതുരംഗപ്പലകയിൽ കിം ജോങ് ഉൻ തന്റെ മാസ് എൻട്രി നടത്തിക്കഴിഞ്ഞു. ആരുടെ കൂടെയാണ് നിങ്ങളെന്ന ചോദ്യം യൂറോപ്പിലും അമേരിക്കയിലും ഏഷ്യയിലും ഒരുപോലെ മുഴങ്ങുമ്പോൾ കിം അതിന് ഒരൊറ്റ ഉത്തരമാണ് നൽകിയത്: വ്ളാഡിമിർ പുടിൻ. അതൊരു പേരുപറച്ചിലല്ല, ഒരു പക്ഷം തിരഞ്ഞെടുപ്പല്ല, മറിച്ച് ലോകശക്തി സമവാക്യങ്ങളെ തന്നെ വെല്ലുവിളിക്കുന്ന പ്രഖ്യാപനമാണ്. റഷ്യൻ പോരാട്ട വീര്യത്തിന് ഉത്തര കൊറിയയുടെ ഉരുക്കുപോലുള്ള പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അത് വെറും വാക്കുകളായി ഒതുങ്ങുന്നില്ല, മറിച്ച് അത് പാശ്ചാത്യ ശക്തികൾക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. ഈ യുദ്ധം ഇനി ഒരു രാജ്യത്തിന്റെ മാത്രം കഥയല്ല, ശക്തികളുടെ കൂട്ടുകെട്ടിന്റെ കഥ കൂടിയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും അദ്ദേഹത്തിന്റെ എല്ലാ നയങ്ങളെയും തീരുമാനങ്ങളെയും നിരുപാധികമായി പിന്തുണയ്ക്കുന്നുവെന്ന ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ നടത്തിയ പ്രഖ്യാപനം ഒരു സാധാരണ നയതന്ത്ര വാചകമോ ഔപചാരിക സൗഹൃദ പ്രസ്താവനയോ അല്ല. അത് അധികാരത്തിന്റെ ഭാഷയാണ്, ശക്തിയുടെ ആത്മവിശ്വാസമാണ്, പാശ്ചാത്യ ലോകത്തോടുള്ള തുറന്ന വെല്ലുവിളിയാണ്. വാക്കുകൾ സൂക്ഷ്മമായി അളന്നു പറയുന്ന അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെ ചട്ടക്കൂടുകൾ അവഗണിച്ചുകൊണ്ട് കിം തന്റെ നിലപാട് ലോകത്തിനു മുമ്പിൽ വ്യക്തമായി അടയാളപ്പെടുത്തി. ഉത്തര കൊറിയയുടെ സർക്കാർ നിയന്ത്രണത്തിലുള്ള മാധ്യമമായ കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി ജനുവരി 9-ാം തീയതി പുറത്തുവിട്ട കത്തിലൂടെയാണ് ഈ നിലപാട് ഔദ്യോഗികമായി ലോകം അറിഞ്ഞത്. പുടിനോടുള്ള വ്യക്തിപരമായ വിശ്വാസവും റഷ്യയോടുള്ള തന്ത്രപ്രധാനമായ പ്രതിബദ്ധതയും ഒരുമിച്ച് ചേർന്ന ഈ സന്ദേശം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇനി വാക്കുകളുടെ തലത്തിൽ മാത്രമല്ല, ശക്തിയുടെ അച്ചുതണ്ടിലേക്കാണ് നീങ്ങുന്നതെന്ന് വ്യക്തമാക്കുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം ഏറ്റവും നിർണായകവും സംഘർഷഭരിതവുമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അത്തരമൊരു സമയത്താണ് ഈ വാക്കുകൾ പുറത്തു വന്നത് എന്നത് തന്നെ അതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. യുദ്ധഭൂമിയിൽ ആയുധങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതിനിടയിലും നയതന്ത്രവേദിയിൽ ഉപരോധങ്ങളും ഭീഷണികളും കടുപ്പം പിടിക്കുന്ന സാഹചര്യത്തിലും കിം നടത്തിയ ഈ പ്രഖ്യാപനം ലോകത്തെ വീണ്ടും ഒരു ചിന്തയിലേക്ക് നയിക്കുന്നു. ആഗോള ശക്തി സമരത്തിൽ യഥാർത്ഥ നിയന്ത്രണം ആരുടെ കൈകളിലാണെന്നാണ് അത്. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പിന്തുണ പ്രസ്താവന മാത്രമല്ല, ഭാവിയിലെ ലോകക്രമം എവിടേക്ക് നീങ്ങുന്നു എന്നതിന്റെ ശക്തവും വ്യക്തവുമായ സൂചന കൂടിയാണ്. പുടിനുമായുള്ള തന്റെ ബന്ധത്തെ യഥാർത്ഥ സഖാവ് ബന്ധങ്ങളെന്ന ശക്തമായ ഭാഷയിൽ വിശേഷിപ്പിക്കുന്ന കത്തിൽ റഷ്യ ഉത്തര കൊറിയ ബന്ധം തനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണെന്നും കിം പറയുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഇനി വിവിധ മേഖലകളിൽ കൂടുതൽ ആഴത്തിലാകുമെന്നും ഉത്തര കൊറിയ എവിടെ നിൽക്കുന്നു എന്നതിൽ ഒരു തരത്തിലുള്ള അവ്യക്തതക്കും ഇടമില്ലെന്നും കത്ത് വ്യക്തമാക്കുന്നു. നിങ്ങളുടെ എല്ലാ നയങ്ങളെയും തീരുമാനങ്ങളെയും ഞാൻ നിരുപാധികമായി ബഹുമാനിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യും. നിങ്ങൾക്കും നിങ്ങളുടെ റഷ്യക്കും വേണ്ടി എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ ഞാൻ സന്നദ്ധനാണ്. ഈ തെരഞ്ഞെടുപ്പ് സ്ഥിരവും ശാശ്വതവുമായിരിക്കും എന്ന കിമ്മിന്റെ വാക്കുകൾ വ്യക്തിപരമായ പിന്തുണയേക്കാൾ ഏറെ ദൂരവ്യാപകമായ രാഷ്ട്രീയ പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത്. പുടിൻ അയച്ച പുതുവത്സര സന്ദേശത്തിനുള്ള മറുപടിയായാണ് കിം ഈ കത്ത് എഴുതിയതെന്ന് ഒരു അന്തർദേശീയ മാധ്യമം വ്യക്തമാക്കിയെങ്കിലും റഷ്യൻ സ്റ്റേറ്റ് മീഡിയ ഇതുവരെ പുടിന്റെ യഥാർത്ഥ സന്ദേശത്തിന്റെ ഉള്ളടക്കം പുറത്തുവിട്ടിട്ടില്ല. മാത്രമല്ല, തന്റെ പുതുവത്സര സന്ദേശത്തിൽ റഷ്യയും ഉത്തര കൊറിയയും രക്തവും ജീതവും മരണവും വരെ പങ്കിടുമെന്ന് കിം പറഞ്ഞിരുന്നു. അതേസമയം അജയ്യമായ സൗഹൃദമെന്നാണ് പുടിൻ ഈ ബന്ധത്തെ വിശേഷിപ്പിച്ചത്. ഈ വാക്കുകൾ വെറും വാചക പ്രയോഗങ്ങളല്ല, ഇതിന് പിന്നിൽ ശക്തമായ സൈനിക സഹകരണത്തിന്റെ തെളിവുകൾ ഉണ്ടെന്ന വിലയിരുത്തലാണ് ദക്ഷിണ കൊറിയൻ പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തുന്നത്. അവരുടെ റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യ യുക്രൈൻ സംഘർഷ സമയത്ത് പിന്തുണയ്ക്കുന്നതിനായി ഉത്തര കൊറിയ ഇതിനകം ആയിരക്കണക്കിന് സൈനികരെ റഷ്യയിലേക്ക് അയച്ചിട്ടുണ്ട്. സൈനികർക്ക് പുറമെ പീരങ്കി ഷെല്ലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ദീർഘദൂര റോക്കറ്റ് സംവിധാനങ്ങൾ തുടങ്ങിയ ആയുധങ്ങളും റഷ്യക്ക് ലഭിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. യുദ്ധം നീളുന്നതിനനുസരിച്ച് റഷ്യക്ക് ആയുധങ്ങളും മനുഷ്യശക്തിയും ആവശ്യമാകുമ്പോൾ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ അവഗണിച്ചുകൊണ്ട് ഉത്തര കൊറിയ പ്രധാന പങ്കാളിയായി മാറുകയാണ്. അതേസമയം ഉത്തര കൊറിയയുമായി കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കുന്നത് പാശ്ചാത്യ ലോകത്തോട് തുറന്ന വെല്ലുവിളി ഉയർത്താനുള്ള റഷ്യയുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് വിയോൺ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കിം പുടിൻ ബന്ധത്തെ പുതിയ ആക്സിസ് രൂപപ്പെടലുമായി വിശകലനം ചെയ്യുന്നത്. ശീതയുദ്ധകാലത്തെ സഖ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ആഗോള ശക്തി സമവാക്യങ്ങൾ വീണ്ടും രൂപം കൊള്ളുന്നുവെന്ന ആശങ്കയാണ് യൂറോപ്പ് മുതൽ ഏഷ്യ വരെ ഉയരുന്നത്. യുക്രൈൻ യുദ്ധം വെറുമൊരു പ്രാദേശിക സംഘർഷമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിന്റെ ഭാവി ദിശ നിർണ്ണയിക്കുന്ന ഒരു നിർണായക ഘട്ടമാണെന്ന ബോധ്യമാണ് ഈ കത്ത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ കിമ്മിന്റെ നിരുപാധിക പിന്തുണ പ്രഖ്യാപനം റഷ്യ ഉത്തര കൊറിയ ബന്ധത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായി മാത്രം കാണാനാകില്ല. ഇത് ആഗോള രാഷ്ട്രീയത്തിൽ ശക്തമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ള ഒരു പ്രഖ്യാപനമാണ്. യുദ്ധവും സഖ്യങ്ങളും ഉപരോധങ്ങളും ചേർന്ന ലോകം വീണ്ടും ധ്രുവീകരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ
ഉത്തര കൊറിയയിൽ നിന്നുള്ള ഈ കത്ത് റഷ്യ ഉത്തര കൊറിയ അച്ചുതണ്ടിന്റെ ശക്തി എത്രത്തോളം വളർന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയായി മാറുന്നു.